തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. അനിൽ ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിൽ, വിവരങ്ങൾ നൽകാം. ഇന്ന് 2:50 തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പും ഒപ്പം തന്നെ മാനന്തവാടി താമരശ്ശേരി രൂപതകളുടെ മുൻ മെത്രാനുമായിരുന്ന ജേക്കബ് തൂങ്കുഴിയുടെ അന്ത്യം സംഭവിച്ചത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് നൽകുകയും ചെയ്തു. മെത്രാൻ പദവിയിൽ അരനൂറ്റാണ്ട് തികച്ച ഒരാൾ കൂടിയായിരുന്നു. സീറോ മലബാർ സഭയിലെ ഏറ്റവും മുതിർന്ന മെത്രാപ്പൊലീത്ത പദവിയിലുള്ള ആൾ കൂടിയായിരുന്നു മാർ ജേക്കബ് തൂങ്കുഴി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി ആശുപത്രിവാസത്തിലും മറ്റുമായിരുന്നു. 2007 അദ്ദേഹം അതിരൂപതയുടെ ഭരണ ചുമതലയിൽ നിന്ന് മാറി നിന്നത്. 10 വർഷത്തോളം തൃശൂർ അതിരൂപതയെ നയിക്കുകയും ചെയ്തു. സീറോ മലബാർ സഭയുടെ കുർബാന തർക്കത്തിലടക്കം വ്യത്യസ്തമായ നിലപാടുകൊണ്ട് ശ്രദ്ധേയനായ മെത്രാപ്പൊലീത്ത കൂടിയായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ കുടിയേറ്റ മേഖലകളിലെ പ്രത്യേകിച്ച് മാനന്തവാടി താമരശ്ശേരി രൂപതകളിലെ പ്രവർത്തനം, ഇതിൽ മാനന്തവാടി രൂപത സ്ഥാപിതമായപ്പോൾ അതിന്റെ ആദ്യ മെത്രാനായിരുന്നു അദ്ദേഹം. ഒപ്പം തന്നെ താമരശ്ശേരിയിലെ രണ്ടാമത്തെ മെത്രാനുമായിരുന്നു. ഇതെല്ലാം കുടിയേറ്റ മേഖലകളായിരുന്നു. ആ സമയത്ത് 1973 അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് വരുന്നത്. ആ സമയത്ത് വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ കുടിയേറ്റ മേഖലകളിൽ നിരന്തരമായ ഇടപെടൽ കൊണ്ട് എല്ലാ മേഖലകളിലും കൃത്യമായ ഒരു വളർച്ച കുടിയേറ്റ മേഖലയ്ക്ക് നേടിക്കൊടുത്ത ഒരു മെത്രാൻ കൂടിയായിരുന്നു അദ്ദേഹം. ആ രീതിയിലാണ് അദ്ദേഹം പരക്കെ സ്വീകാര്യനാവുകയും ചെയ്തത്. പിന്നീട് ആർച്ച് ബിഷപ്പ് കുണ്ടുകുളത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി അദ്ദേഹം തൃശൂർ അതിരൂപതയുടെ ഭരണ ചുമതല ഏറ്റെടുത്തു. 10 വർഷക്കാലം തൃശൂർ അതിരൂപതയെ അദ്ദേഹം നയിക്കുകയും ചെയ്തു. പാലാ രൂപതയിലെ വിളക്കുമാടത്താണ് അദ്ദേഹം ജനിച്ചത്. തുടർന്ന് അദ്ദേഹം പാലാ, ചങ്ങനാശ്ശേരി, പിന്നീട് റോമിലുമായാണ് അദ്ദേഹത്തിന്റെ പഠന കാലയളവ് പൂർത്തിയാക്കുകയും ചെയ്തത്. തുടർന്ന് ദീർഘകാലം കുടിയേറ്റ മേഖലകളിൽ അന്ന് തലശ്ശേരി അതിരൂപത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആ തലശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പൊലീത്ത ആയിരുന്ന സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആദ്യം തന്നെ ഭരണരംഗത്ത് ചുവടുവെക്കുകയും ചെയ്തത്. തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം സഭയുടെ മുഖ്യധാരയിലേക്ക് നിലയുറപ്പിക്കുകയും ചെയ്തു. സിനഡുകളിലടക്കം നിർണായകമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഒരു അൽമായ മുന്നേറ്റത്തിന്റെ ശബ്ദമായി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാതി.